കേരളത്തിൽ ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? നിലവിലെ ഇടതുഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണോ? i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പ്രതികരണ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ തലസ്ഥാന നിവാസികളുടെ ഇടയിൽ നടത്തിയ ഒരു അഭിപ്രായ സർവേ കാണുക. നമ്മുടെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഭരണമാറ്റം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തികളൊന്നും കേരളത്തിലില്ല. കക്ഷിരാഷ്ട്രീയങ്ങൾക്ക് അതീതമായി നിഷ്പക്ഷമതികളായ വീട്ടമ്മമാർ വളരെ ദുഃഖത്തിലാണ്. അവരുടെ ജീവിത നിലവാരം വളരെ കഷ്ടപ്പാടിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സാമ്പത്തിക ട്രഷറിയിലുള്ള വിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ. ട്രഷറിയിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടാണ്. ഈ സർക്കാർ ജീവനക്കാർക്ക് 44,000 കോടി രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട്. ഒന്ന് ആലോചിക്കണം, ബഡ്ജറ്റിനേക്കാളും വലിയ എമൗണ്ടാണ് സർക്കാർ ജീവനക്കാർ കുടിശ്ശിക കൊടുക്കാനുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ട് DA കൊടുക്കുന്നില്ല. അപ്പം അത്രയും വലിയ അതൊരു എക്സാമ്പിളാണ്. അങ്ങനെ വളരെയധികം സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്ത് സർക്കാർ പോവുകയാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ വളരെ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ അയ്യപ്പ സ്വാമിയുടെ വിഷയം അത് വെറുതെ ക്രിയേറ്റ് ചെയ്ത വിഷയമാണല്ലോ. ഇന്നത്തെ നമുക്ക് എല്ലാ മനുഷ്യരും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. ജാതിമത ചിന്തകൾക്ക് അതീതമായി വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൽ. എല്ലാ ലോകത്തിനും മാതൃകയാണ്. അവിടെ ഇങ്ങനെ വർഗീയത കൊണ്ടുവന്ന് വോട്ട് ബാങ്കാക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തുകയാണ്. വളരെ കഷ്ടമാണ്. അതിന് സർക്കാർ തന്നെ കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം വരെയാണ്. അപ്പോൾ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ തിരക്കിലായതുകൊണ്ട് ഭരണമാറ്റം മാറ്റിയും പിടിച്ച് എടുക്കാം. അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാം. ഭരണം വീണ്ടും അങ്ങനെ മാറി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെ, പക്ഷേ ഈ കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഈ തമ്മിലടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഇലക്ഷൻ സമയം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കും. അത് എല്ലാ വർഷവും ഉള്ളത് തന്നെ. ഭരണം മാറുന്നവരും 5 വർഷം അപ്പോൾ വീണ്ടും അടി, അങ്ങോട്ടടി ഇങ്ങോട്ടടി, തമ്മിലടി, കുത്തും ബഹളം, അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഭരണം മാറി വരണതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി ഏത് ഭരണമാണ് വരേണ്ടത്? ഇവിടെ ഇപ്പോൾ 60 കൊല്ലമായിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഗൾഫിൽ പോയിട്ട് എന്തെങ്കിലും 10 കാശ് ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാന്ന് വെച്ചാൽ അവനെ സമ്മതിക്കത്തില്ല. ഒരു ബസ് മേടിച്ചാൽ അവന് സമ്മതിക്കത്തില്ല. ഒരു പെട്ടിക്കട വെച്ചാൽ അവന് സമ്മതിക്കത്തില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കപ്പം കൊടുക്കണം, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം. യൂണിയൻകാർ വന്ന് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഈ 10-20,000 ജോലിക്കാർ ചെയ്തതാണ് കിറ്റക്സ്. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിലവിലിപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഈ കിറ്റക്സിനെ ഇവിടുന്ന് ഓടിച്ചു. ആ കിറ്റക്സ് കൊണ്ട് എത്ര ആൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇടതും വലതും മാറി ഭരിച്ചതിനെ കൊണ്ട് ഒരു ഗുണമില്ല. അവർ മാറി ഭരിച്ചതിൻ്റെ സംഗതിയെ കാണുന്നത് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ല. പാവപ്പെട്ടവരോട് ജീവിക്കാൻ പറ്റത്തില്ല. പണക്കാരനായിക്കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവർ ഇവിടെ തന്നെ നോക്കിക്കോ. വീടും കൂടി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന കിടക്കാനിടവില്ലാത്തവരധികം ഉള്ള ഇവിടെ. വലിയ കഷ്ടം തന്നെ കേട്ടാ. മാറ്റം വരും. പിന്നെയെന്ന് പറഞ്ഞാൽ BJP ഇടതുപക്ഷത്തിനെ സഹായിക്കുകയാണ്. അതാണ് കോൺഗ്രസ് വരാത്തത്. ഈ കോൺഗ്രസിൻ്റെ വോട്ട് കംപ്ലീറ്റ് BJP പിടിച്ച് മാറ്റിയില്ലേ. ഇവർ അണ്ടർസ്റ്റാൻഡാണ്. പക്ഷെ കോൺഗ്രസിൽ ഇപ്പോൾ തമ്മിലടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം നരേന്ദ്രമോദി, ഞാൻ സംഘത്തിൻ്റെ ആളാണ്, RSSകാരനാണ്. അദ്ദേഹം പറയണത് കോൺഗ്രസ് മുക്ത ഭാരതമായിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവരെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. മനസ്സിലായില്ലേ? എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് വർക്ക് വേണം, പേയ്മെൻറ്റ് കിട്ടണം, പൈസ ഇല്ല, ട്രഷറിയിൽ പൈസ ഇല്ല. വലിയ ബുദ്ധിമുട്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടാനുള്ള പൈസകൾ കിട്ടുന്നില്ല. പിന്നെ എല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 6% കുറച്ച് എഴുതിയപ്പോൾ 36% കുറച്ച് എഴുതിയ ആൾക്കാരുണ്ട്. ജനങ്ങളല്ല തീരുമാനിക്കുന്നത്. അല്ല, ചേട്ടൻ്റെ പേഴ്സണലായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ഭരണം മാറി വരണം. അല്ലെങ്കിൽ രാജഭരണമായി പോകില്ലേ? ഓക്കെ, അതുപോലെ ഭരണം മാറണമെങ്കിലും കോൺഗ്രസിന് അത്തിപ്പം തമ്മിൽ അടിയെല്ലാം കള്ളന്മാർ തന്നെ.
ഈ ലോകം മൊത്തം കള്ളന്മാർ തന്നെ. അതുകൊണ്ട് ഒന്നും പറയാം. സാധാരണപ്പെട്ട അന്നും സാധാരണപ്പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടി ഇവിടെ ജീവിക്കാവുള്ളൂ. 2 ദിവസം പോലെ വീട് പണിയായി പോകും. എന്നാൽ ഓട്ടോറിക്ഷ വളരെ ഓട്ടം കുറവാണ്. പിന്നെ അങ്ങനെ പോകണം. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടി ഇനി ഭരണത്തിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഏത് പാർട്ടി വന്നാലും നന്നായിട്ട് ഭരിച്ചാൽ മതി. ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭരണം നല്ല ഭരണമല്ലേ? ഇതിപ്പോൾ ഇത് കഴിഞ്ഞ് എന്തൊരു ഭരണം വേണം? എല്ലാം ആയല്ലേ, തികഞ്ഞല്ലേ? അങ്ങനെ പിടിച്ചടക്കോട്ടൊന്ന് ഇരുത്തി മനുഷ്യനായിട്ട് കൊല്ലണം. ഓരോ സാധനത്തിൻ്റെ വിലയും എല്ലാം എന്തോന്നിത്. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു പണക്കാർക്ക് ജീവിക്കാൻ പറ്റൂല തന്നെ, പാവങ്ങൾക്ക് ജീവിക്കണ്ടേ, പണക്കാർക്ക് ജീവിച്ചാൽ മതിയാ. അങ്ങനെ പോലെയുള്ള പണക്കാർക്കൊക്കെ കൂട്ടുനിന്നും കൊണ്ട് പല തെമ്മാടത്തനവും കാണിച്ച് ഇപ്പം ഉള്ള പീഡനങ്ങളും കൊലപാതകങ്ങളും എന്തെല്ലാം നടക്കുന്നു. അതിനൊന്നും ആരും ഇല്ലല്ലോ, സർക്കാർ ഇല്ലല്ലോ. അതിനോട് പാർട്ടി മാറുക തന്നെ. ഞങ്ങൾ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതെ, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് കുടുംബ പാരമ്പര്യമേ ഉള്ളതാണ്. ഇനി ഞങ്ങൾക്ക് മാറിയാൽ മതി, അത്രയേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസിൽ ഇപ്പം തമ്മിലടിയും പ്രശ്നങ്ങളൊക്കെ അല്ലേ, അപ്പം നമ്മൾ എങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്യും? വോട്ട് ചെയ്യൂല, RSS ചെയ്യൂ. അതിനെ ചെയ്യൂ, ഓപ്പനായിട്ട് തന്നെ പറയണത് അതേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തമ്മിലടിയും ഇപ്പോഴത്തെ പ്രശ്നങ്ങളും കൊണ്ടാണോ? അല്ല ഞങ്ങൾ അങ്ങനെ ഈ പാർട്ടി എന്ന് പറയുമ്പോഴേ ഞങ്ങൾക്ക് വളരെ ഒരു ഇതാണ്. പക്ഷെ ഇപ്പം വെറുത്തുപോയി കമ്മ്യൂണിസ്റ്റ്. എൻ്റെ അച്ഛൻ്റെ കാലത്തേ ഉള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി AKG നേർന്നാണ് നമ്മുടെ റോഡിൻ്റെ പേരും ഇട്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാം? അല്ല, കോൺഗ്രസിനൊപ്പം വോട്ട് ചെയ്യത്തില്ല എന്നുള്ളൊരു അങ്ങനെയുള്ള വൈരാഗ്യം വാശിയൊന്നുമില്ല. വ്യക്തിപരമായിട്ട് നല്ല പാർട്ടി ആരാണ് അവർ, അല്ല പാർട്ടി ഭരിക്കുന്ന ആരാണ്, അത്രയേ ഉള്ളൂ. നമുക്കെന്താ, ഒരു പാവങ്ങളല്ലേ, നമ്മൾ കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരല്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? പക്ഷേ കോൺഗ്രസിൽ ഇപ്പോൾ തമ്മിലടിയും പ്രശ്നങ്ങളൊക്കെ അതിലുമുണ്ട്, അതിലും പ്രശ്നമാണ്. ഭരണമാറ്റം വേണ്ട. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് മോഹനൻ. സ്ഥലം ഇവിടെ തന്നെയാണോ? പൂജപ്പുരയാണ്. ഓക്കെ. അപ്പം ഭരണമാറ്റം വരണമെങ്കിൽ ഇപ്പോൾ ഈ കോൺഗ്രസിനകത്ത് തമ്മിലടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? തമ്മിലടി അണക്കെയാണ്. പക്ഷേ അവർക്കും കൊടുക്കാൻ അവരും ജയിച്ചു പോകുന്നത് സംശയമാണ്. പിന്നെ ആരെങ്കിലും ഇതിന് എന്തായാലും വോട്ട് ചെയ്യില്ല. ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ കാരണം അത്ര ക്ഷമ കിട്ടില്ല. പെൻഷൻകാരുടെ പെൻഷൻ കൊടുക്കില്ല. ഞാനൊരു ട്രാൻസ്പോർട്ടിൽ ഒരു പെൻഷനാണ്, സർക്കാർ ജീവനക്കാരനാണ്. 11 ഒരു പെൻഷൻ വർധന വരുത്തിയാണ്. ഇന്ന് വരെ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. പെൻഷനും കൃത്യമായിട്ട് തരില്ല, ഉള്ള ശമ്പളമോ DAയോ ഒന്നും തരില്ല. ബാക്കിയുള്ളത് എൻ്റെ കൂടെ കയറി KSB കയറിയ ആൾ 80,000 വാങ്ങിക്കുമ്പോൾ ഞാൻ 30,000 ഞാൻ വാങ്ങിക്കുന്നത്. 50 അത് വേണ്ട, എനിക്ക് കാലാകാലങ്ങളിൽ തരണത് തന്നാൽ മതി, അതും തരില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.